ഹായ്. അപ്പോൾ ബിഗ് ബോസിൻ്റെ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലൈവ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ യൂട്യൂബ് നോക്കിയപ്പോൾ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ലൈവാണിപ്പോൾ, നമുക്കൊന്ന് ലൈവ് ഒന്ന് കേൾക്കാം. ഇപ്പം ബാറ്ററി വന്നതിൻ്റെ സൗണ്ടാണ്. ഇപ്പം എല്ലാവരും പുറത്തു വന്നു, 4 പേര്. അപ്പോൾ നോമിനേഷനിലുള്ള 4 പേര് പുറത്താണ്. നമ്മുടെ മുൻഷി രഞ്ജിത്ത്, ജിസല്, പിന്നെ ശൈത്യ, അതുപോലെ തന്നെ ബിൻസി, RJ ബിൻസി. അപ്പോൾ ഈ 4 പേര് ഇന്ന് പുറത്താണ്. ഷാനവാസ് അകത്ത് കയറി. അക്ബറിന് ഗോൾഡ് കോയിൻ കിട്ടിയതുകൊണ്ട് ഷാനവാസ് അകത്ത് കയറി. അക്ബർ പിന്നെ സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് ഷാനവാസിനെ അകത്ത് കയറ്റിയിട്ട് മുൻഷി രഞ്ജിത്തിനെ പുറത്താക്കി. അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഇതൊന്ന് പറയാനല്ല ഞാൻ വന്നത്. ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എനിക്കൊരു വീഡിയോ കണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേണു സുധിയുടെ ഒരു വീഡിയോ, രേണു സുധി ഒഫീഷ്യലിനകത്തുള്ള ഒരു വീഡിയോ ആണ് വന്നേക്കുന്നത്. സോറി, സൗണ്ട് വന്നില്ല. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു. കേട്ടോ? അപ്പോൾ ഞാൻ രേണു സുധിയാണ്. നമസ്കാരം. നിങ്ങളുടെയൊക്കെ വോട്ട് കിട്ടിയാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഇതേതോ വീഡിയോ, പിന്നെ ഇതെന്തോ മൈക്കൊക്കെ വെച്ചിട്ട്, പിന്നെ ബിഗ് ബോസിൽ മൈക്കൊക്കെ കൊടുത്തോ? പെട്ടെന്ന് എനിക്ക് ഫുള്ളി കൺഫ്യൂഷൻ. കാരണം ലൈവ് കണ്ടുകൊണ്ടിരുന്ന ഒരാൾ, ഞാൻ അത് എപ്പോഴാണ് ആ ലൈവ്, ഞാൻ ഫുള്ള് ബാക്കിലോട്ട് പോയി. ലൈവ് എപ്പോൾ നടന്നു പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം 2 ഉടുപ്പാണ് രേണുവിന് കൊടുത്തിരിക്കുന്നത്. ആ 2 ഉടുപ്പല്ല, ഇത് വേറെ ഒരു ഉടുപ്പാണ്. അപ്പോൾ ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. നേരത്തെ ഇതെല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ട് പോകുന്ന ഒരാളിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കെ. ബിഗ് ബോസിൻ്റെതായിട്ടുള്ള കുറേ റൂൾസ് ഉണ്ട്. ഈ ബിഗ് ബോസിൻ്റെതായിട്ടുള്ള യാതൊരു റൂൾസും ഫോളോ ചെയ്യാതെ നേരത്തെ തന്നെ വീഡിയോ, ഓരോ വീക്കിലെയും വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ വീഡിയോസ് പിന്നെ എവിക്ഷനിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ വീഡിയോസ് എടുത്തിടാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അമ്പട കൊള്ളി എന്നിപ്പോൾ എങ്ങനെ പറയാതിരിക്കും? കാരണം ഇത്രയും സ്ഥൂലമായ ശരീരത്തിൽ, ഇത്രയും നീളവും ഇത്രയും ശരീരത്തും ആ തലയിലിരിക്കുന്ന ബുദ്ധി ഒരു അപാര ബുദ്ധി തന്നെ. അപ്പം ഞാൻ രാവിലെ പറഞ്ഞ കള്ളം മാത്രമല്ല കേട്ടോ, കള്ളവും കപടതയും കൗശലവും കുതന്ത്രവും എന്ന് വേണ്ട ഒരു മനുഷ്യനായ വ്യക്തിക്ക് കിട്ടാവുന്ന എല്ലാ നെഗറ്റീവുകളുള്ള ഒരു സ്ത്രീ. എൻ്റെ ദൈവമേ. എന്നിട്ട് സകലമാന വീഡിയോയിലും രാവിലെ വിധവാക്കാരെ ഇറക്കുന്ന കണ്ട്, സ്ത്രീക്കാരെ ഇറക്കുന്ന കണ്ട്, അയ്യോ പിന്നെ നമ്മൾ എന്തെങ്കിലും ഓരോ കമൻസിൽ പറയുന്നു, അയ്യോ പാവം കുഞ്ഞുങ്ങളെ വളർത്താൻ ഭർത്താവില്ലാത്ത സ്ത്രീയാണ്. ഇവിടെ ഞങ്ങളൊക്കെ മോനെ വളർത്തി, മക്കളെ വളർത്തിയ ആൾക്കാരാണ്, മക്കളെ വളർത്തുന്ന ആൾക്കാരാണ്. ഞങ്ങളെല്ലാം കഷ്ടപ്പെട്ട്, എൻ്റെ മോനെ ഞാൻ വളർത്തിയതാണ്. കഷ്ടപ്പെട്ട് ഞാൻ ജോലി ചെയ്ത് ഞാനും പഠിച്ചു, LLB കഴിഞ്ഞു, LLM കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റാങ്ക് വാങ്ങിച്ചിറങ്ങിയ ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മളടുത്ത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് തോന്നുന്നത്. കാരണം അത്രമാത്രം ഘോരമായ പ്രോബ്ലംസിൽ ജീവിച്ച ആൾക്കാരാണ് നമ്മുടെ 4 ചുറ്റുമുള്ള സ്ത്രീ ജനങ്ങൾ. ഒരുപാട് അമ്മമാർ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട്, എന്നിട്ട് ആ മക്കൾ കൊണ്ട് അനാഥ മന്ദിരത്തിലെ അമ്മമാരെ എനിക്കറിയാം. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഒരു വിക്ടിം കാർഡ് ഇറക്കിയിട്ട് കാര്യമില്ല. പക്ഷെ എന്നാൽ ഇതിത്തിരി കടുപ്പമായി പോയി. നേരത്തെ തന്നെ ഓരോ ആഴ്ചയിലും വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ആ വീഡിയോ എവിക്ഷനിൽ വരുമ്പോഴത്തേക്ക് ആ വീഡിയോ എടുത്തുകൊണ്ട് വന്ന് ഇടുവാണ്. എന്നിട്ട് വോട്ട് തരണേന്ന്. ബിഗ് ബോസ് ഇതൊന്നും കാണുന്നില്ല എന്തോ? ഈ അങ്ങനെയുള്ള ആൾക്കാരെയൊന്നും ബിഗ് ബോസ് നിർത്തുക എനിക്ക് അറിയത്തില്ല. ഇതെന്തോ അല്ലേ തന്നെ ബിഗ് ബോസ്, ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ്, ഈ രേണു സുധി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കയറിയപ്പോൾ തന്നെ ആ ബിഗ് ബോസിന്റെ നിലവാരം തന്നെ പോയി. ഇത്രമാത്രം കാരണം വളരെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ തേടി പിടിച്ച്, പിന്നെ ഇതൊക്കെ എന്ത് സൊസൈറ്റിക്ക് എന്ത് മെസ്സേജ് കൊടുക്കാനാണ് ഇവരെ പോലുള്ള ആൾക്കാരെ കൊണ്ടുപോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വൈറൽ ഇന്റർവ്യൂർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ കൊണ്ടുപോയി. എന്താണ് സൊസൈറ്റിക്ക് മെസ്സേജ് കൊടുക്കുന്നത്? അതേപോലെ ആദില, നൂറ, ലെസ്ബിയൻ കപ്പിൾസ്, അവരെന്ത് മെസ്സേജാണ് പിന്നെ ഇതിന് കൊടുക്കുന്നത്? അങ്ങനെയുള്ള നമ്മൾ കാറ്റഗറികൾ ആയിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരെ കാറ്റഗറി വൈസ് നമ്മൾ എടുത്തു നോക്കുന്നത് ഇവരൊക്കെ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് ഒരു സൊസൈറ്റിക്ക്? അപ്പോൾ ഇതൊന്നും അല്ല, എന്റർടൈൻ ചെയ്യാൻ പോലും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ എന്റർടൈൻ ചെയ്യാൻ പോലും അറിയത്തില്ല.
ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോ പണ്ട് ഞാൻ എന്താ പറയണ ഒരു പേരങ്ങ് മറന്നുപോയി, ബോളിവുഡ് നടിയുടെ അവരുടെ ബിഗ് ബോസ്, ഇംഗ്ലീഷിലെ ബിഗ് ബോസ് ആണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ആ ബിഗ് ബോസ് കണ്ട അതിൻ്റെ നിലവാരവും ഇതുമൊക്കെ എന്താണ്, എത്രയും നെഗറ്റീവും അത്രയും മാത്രം ഡ്രസ്സ് ഇടാത്തയും കുറച്ച് അതിൽ വ്യത്യാസം തോന്നുന്നു. എനിക്ക് തോന്നുന്നു അനുമോള് അങ്ങനെയുള്ള സരികയൊക്കെയാന്ന് തോന്നുന്നു. ഇപ്പം ബിൻഷോ ഇതിനകത്ത് പിന്നെ ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. എന്തായാലും മാക്സിമം ഡ്രസ്സ് കുറച്ചിടുന്ന ആൾക്കാരെയൊക്കെയാണ് ഇവർ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മളെ ഡ്രസ്സ് ഇടാത്തവരെ പിന്നെ എന്താ മാംസം കാണിച്ച് ജീവിക്കുന്നവരെന്നൊക്കെ പറയും. പക്ഷെ മാംസം കാണിച്ച് ജീവിക്കുന്നവരെയാണ് ഇന്ന് ഇങ്ങനെയൊക്കെയുള്ള ഷോയ്ക്ക് ആവശ്യം. അതൊക്കെയാണല്ലോ നമ്മളിരുന്ന് കാണുന്നത്. അതുകൊണ്ടായിരിക്കും രേണു അവസാനമൊക്കെ കുറച്ച് തുണികളൊക്കെ മാറ്റി ഇത്തിരി അല്പവസ്ത്രമൊക്കെ ധരിച്ച് വന്നത്. കാരണം അങ്ങനെയെങ്കിലും കണ്ടിട്ട് എന്നെ ഒന്ന് വിളിക്കട്ടെ. കാരണം ലാസ്റ്റ് മൊമെന്റിലാണ് വിളിച്ചത്. ആദ്യം അതൊരു കൺഫർമേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചെങ്കിലും പിന്നീട് കൺഫർമേഷൻ കൊടുത്ത ലാസ്റ്റ് മൊമെന്റിലാണ്. എന്നാലും ഇടിക്കുക കേട്ടോ. അത്രയും ആ തലയ്ക്കകത്ത് ഇത്രയും കുതന്ത്രമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും ബിഗ് ബോസ് ഇതിന് നടപടി എടുക്കുമായിരിക്കും. കാരണം ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും പാടില്ല. പുറത്ത് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അകത്ത് പിന്നെ വോട്ട് ചോദിക്കുന്നതിൽ എന്താ അർത്ഥം? ഇത്രയും ക്യാമറയുടെ മുന്നിൽ ഇത്രയും ആൾക്കാരുടെ മുന്നിലാണ് വോട്ട് ചോദിക്കേണ്ടത്. പതറാതെ, കാരണം സംസാരിക്കാൻ ആൾക്കാരെ ചുമ്മാ വായിട്ടലച്ച് ചുമ്മാ ആൾക്കാരെ അടുത്ത് ബഹളം വെച്ച് സംസാരിക്കുന്നതല്ല. നമ്മളൊരാളോട് പിന്നെ ഫേസ് ടു ഫേസ് നമ്മൾ ജനങ്ങളോട് പ്രേക്ഷകരോട് എങ്ങനെയാണ് വോട്ട് ചോദിക്കുന്നത് അതേനുസരിച്ച് വോട്ട് ചോദിക്കാനായിട്ട് അറിയുമോ, അത് എങ്ങനെയാണ് ഏത് രീതിയിൽ ജനങ്ങളെ കയ്യിലെടുക്കണം എന്നൊരു മത്സരാർത്ഥിക്ക് അറിയുമോ എന്നുള്ളൊരു പരീക്ഷണവും കൂടിയാണ് ഈ വോട്ട് ചോദിപ്പ്, എവിക്ഷൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് നേരത്തെ വീഡിയോ എടുത്ത് ചെയ്തു വെച്ചിട്ട് പിന്നെ ഇവിടെ ഇരുന്ന് ചേട്ടത്തി എടുത്ത് വെച്ച് വീഡിയോസ് അല്ലെങ്കിൽ പി ആർ വർക്ക് എടുത്ത് വെച്ച് ചെയ്യുന്ന അല്ല വീഡിയോ. അയ്യോ എൻ്റെ ദൈവമേ, കാരണം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പം ഞാനത് കണ്ടിട്ട് വളരെയാണ് ഞാൻ വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ വേഗം പോയിട്ട് ഓടിപ്പോയിട്ടൊരു കമ്മലുമൊക്കെ എടുത്തിട്ട് ഓടിപ്പിടിച്ച് മുടിയൊന്ന് കുളിച്ചിട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടിട്ട് ഓടിപ്പിടിച്ച് വന്നത്. കാരണം നമ്മൾ രാത്രിയിലാകുമ്പോൾ കമ്മലൊന്നും ഇടാനാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് അറിയിക്കുക. എനിക്ക് നല്ലൊരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനൽ കുറച്ച് പ്രോബ്ലം പറ്റി പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുക. ആയതുകൊണ്ടാണ് പുതിയ ചാനൽ തുടങ്ങിയത്. കഴിഞ്ഞ വർഷങ്ങളിൽ അതിൻ്റെ അങ്ങേ വർഷങ്ങളിലൊക്കെ ഞാൻ റിവ്യൂ പറയുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ സ്ക്രീനൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ സ്ക്രീനിൽ ഓരോരോ ക്ലിപ്സ് നിങ്ങൾക്ക് എടുത്ത് കാണിക്കുക. അപ്പോൾ ഞാൻ 2 ദിവസം അതിൻ്റെ ഒരു നോക്കുമായിരുന്നത് എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ലാപ്ടോപ്പിൽ നിന്ന് കണക്ട് ചെയ്ത വലിയ സ്ക്രീനിൽ നിങ്ങളെ ചെറിയ ക്ലിപ്സ് ഇതിനൊക്കെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ നമുക്ക് ഒരു ആവശ്യമുള്ള ക്ലിപ്സൊക്കെ നിങ്ങളെ ഇതിന് കാണിക്കണം. ഫോണിൽ കാണിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാണണ്ടല്ലോ. അപ്പോൾ നല്ലതായിട്ട് തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ്. ഇതിപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ലൈവ് അപ്ഡേറ്റ്സ് ആണ്. ഇപ്പം ലൈവ് നടന്നുകൊണ്ടിരിക്കണം. നമ്മുടെ ഷാരിക കിച്ചണിൽ പോയിട്ട്, ഷാരികയ്ക്ക് എപ്പോഴും വിശപ്പാന്ന് തോന്നുന്നു കേട്ടോ. ഷാരിക കിച്ചണിൽ പോയിട്ട് എന്തോ എടുത്ത് കഴിക്കുന്ന രംഗമാണ് കാണിക്കുന്നത്. കുറച്ച് നേരത്തെ എല്ലാവരും കഴിക്കുന്നുണ്ട്, ഇപ്പൊ വീണ്ടും കഴിക്കുന്നത്. കാരണം സരിക ഉണ്ടാക്കിയ സരിക പറയുന്ന കേട്ടോ, ഒരെണ്ണേ കഴിച്ചോളെന്നാണ് പറയുന്നത്. സരിക നേരത്തെ പറഞ്ഞിട്ട് എല്ലാവരും 2 വീതം കഴിച്ച് രേണു ഉൾപ്പെടെയുള്ളവർ 2 കഴിച്ചിട്ട് പോയി. എന്നാൽ ഇപ്പോൾ പിന്നെ നമ്മൾ ഷാരിക വന്ന് കഴിച്ചാൽ ഷാരികയ്ക്ക് വിശപ്പ് കാണാൻ പാവം, കുറച്ച് കൂടുതലൊക്കെ കഴിക്കുന്ന ആളായെന്ന് തോന്നുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ. കാരണം ഇതൊക്കെ റേഷൻ പോലല്ലേ, നമ്മൾ അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാവത്തുള്ളൂ. അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവത്തുള്ളൂ അല്ലേ. നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. നമ്മൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഓക്കെ, നാളെ നല്ല അടിപൊളി അപ്ഡേറ്റ്സുമായിട്ട് വരാം. അപ്പോൾ ഗുഡ് നൈറ്റ് എല്ലാവർക്കും. എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. എന്നാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക. ഓക്കെ, എൻ്റെ വീഡിയോ റീച്ചിലേക്ക് പോകുന്നില്ല കേട്ടോ. യൂട്യൂബ് എൻ്റെ വീഡിയോ റീച്ച്, കാരണം നമ്മൾ പിന്നെ കുറേ പുതിയതായിട്ട് വന്ന പുതിയൊരു ചാനൽ തുടങ്ങിയതുകൊണ്ട് റീച്ചായി വരാൻ കുറച്ച് താമസമാണ്. ഷോർട്സ് ഒക്കെ തന്നെ റീച്ചായി വരത്തുള്ളൂ. അപ്പോൾ അതാണ് ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ എന്തായാലും റീച്ചായി വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലൊക്കെ 4 ലക്ഷം 5 ലക്ഷം ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് റീച്ചായി വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളിലേക്കെല്ലാം എൻ്റെ വീഡിയോ എത്തും. നല്ല അടിപൊളി റിവ്യൂസുമായിട്ട് വരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.